അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് വതനത്തിൽ ബാബയുടെ സമീപം എത്തിച്ചേർന്നപ്പോൾ ബാബയുടെ മുന്നിൽ വളരെ സുന്ദരമായ വളരെയധികം വെറൈറ്റി പുഷ്പങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുഷ്പങ്ങളിൽ നിന്നും വളരെയധികം നല്ല സുഗന്ധം വരുന്നുണ്ടായിരുന്നു. ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇന്ന് വതനത്തിലെ കാര്യം എന്താണ്? വളരെയധികം പുഷ്പങ്ങളും വച്ചിരിക്കുന്നു, വളരെ നല്ല സുഗന്ധവും വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ബാബ ഒരു സെക്കൻഡിൽ പുഞ്ചിരിക്കുവാൻ തുടങ്ങി. പിന്നെ ബാബ ഒരു ദൃശ്യം എമർജ് ചെയ്തു. ബാബ കാണിച്ചു തന്ന ദൃശ്യം ഇതായിരുന്നു. മണ്ണുണ്ട്, വളവുമുണ്ട്. അതിൻ്റെ മേൽ അല്പം വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നു. ബാബ ആ വിത്തുകളെ വളരെ സ്നേഹത്തോടെ നോക്കുകയായിരുന്നു. ബാബയുടെ ദൃഷ്ടി അതിൽ പതിക്കുന്നതനുസരിച്ച് ആ പുഷ്പങ്ങൾ വളരെ സുന്ദരമായി വിടർന്നുകൊണ്ടേയിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഇപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ബാബ, അങ്ങ് ചൈതന്യ പുഷ്പങ്ങളെ നോക്കുന്നു എന്നായിരിക്കാം ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ബാബ വിശേഷിച്ച് ഈ ഒരു കാര്യം നോക്കുകയാണ്. എപ്പോഴാണോ ബാബ യജ്ഞത്തിൻ്റെ സ്ഥാപന ചെയ്തത്, ആ സമയത്ത് ആ യജ്ഞം നടത്തിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം പ്രകാരത്തിലുള്ള വിത്തുകൾ വിതച്ചു, മണ്ണിട്ടു, പുഷ്പങ്ങളെ തയ്യാറാക്കി. പുഷ്പങ്ങൾ തയ്യാറാകുമ്പോൾ എത്ര നല്ല സുഗന്ധമാണ് വതനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നോക്കുകയായിരുന്നു. ഈ മണ്ണിലുള്ള ചെടികളുടെ കാര്യമല്ല ബാബ പറയുന്നത്, ചൈതന്യ പുഷ്പങ്ങളായ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ബാബ പറഞ്ഞു, ബാബ ഇടയ്ക്കിടയ്ക്ക് ഏകാന്തതയിൽ ആയിരിക്കുമ്പോൾ ബാബയുടെ മുന്നിൽ പല കുട്ടികളും യോഗത്തിൻ്റെ സമയത്ത് എമർജാകുന്നു. അത് അമൃതവേളയുടെ സമയത്തായാലും വൈകുന്നേരത്തെ സമയത്തായാലും ബാബയുടെ കുട്ടികൾ മുന്നിൽ എമർജാകും. ബാബ ആ കുട്ടികളുടെ വിശേഷതകൾ നോക്കുന്നു. ഈ പുത്രൻ അഥവാ പുത്രി ബാബയുടേതായ ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്, എങ്ങനെയാണ് സ്വയം തന്നെ മഹാനാക്കി മാറ്റിയത്, എങ്ങനെയാണ് തൻ്റെ ഉള്ളിൽ സുഗന്ധം നിറച്ചിരിക്കുന്നത് എന്നത് ബാബ ഓരോ പുഷ്പത്തിലും വളരെ സ്നേഹത്തോടെ നോക്കുകയാണ്, തൃപ്തമാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ഞാൻ ഇന്ന് വിശേഷിച്ച് മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന സഹോദരിമാരുടെയും ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, ആ കാര്യം തന്നെയാണ് ബാബ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഇത് ബാബയുടെ അങ്ങനെയുള്ള ഒരു മഹായജ്ഞമാണ്. ഈ യജ്ഞത്തിൽ ഒരിക്കലും ശൂന്യമാകുന്ന ഒരു സമയമോ ഒരു ദിവസമോ ഇല്ല. ലോകത്തുള്ള ആൾക്കാർ ദിവസവും സമയവും തീയതിയും നോക്കുന്നു, നിങ്ങളും തീയതി നോക്കുന്നു, എന്നാൽ തിഥിയും വേളയും നോക്കുന്നില്ല. ലോകത്തുള്ളവർ ഏതെങ്കിലും പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ തിഥിയും വേളയും നോക്കുന്നു, സമയവും നോക്കുന്നു. എന്നാൽ ബാബ അങ്ങനെയുള്ള ഒരു യജ്ഞം രചിച്ചിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബാബയുടെ കുട്ടികളുടെ സേവനങ്ങൾ നടക്കുന്നു. അത് മനസ്സ ആയാലും വാച ആയാലും കർമ്മണ ആയാലും ഏതെങ്കിലും സേവനത്തിലൂടെ ബാബയുടെ ഈ മഹായജ്ഞം സദാ നടന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിൽ അമരജ്യോതി ജ്വലിക്കുന്നതും ദീപം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നു. എന്നാൽ ബാബ പറഞ്ഞു, ബാബ ഈ സംഗമയുഗത്തിൽ രചിച്ചിരിക്കുന്ന ഈ മഹായജ്ഞം അങ്ങനെയുള്ള ഒന്നാണ്. ഇതിൻ്റെ സംരക്ഷണം ബാബയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
ബാബയുടെ സഹായികളായ കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് വിശേഷിച്ച് ബാബ മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന നിമിത്ത ടീച്ചേഴ്സ് സഹോദരിമാരെയും മറ്റ് സഹോദരന്മാരെയും ബാബ നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ബാബ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ പല കുട്ടികളും ആദ്യം മുതൽ അന്തിമം വരെ തുടക്കം മുതൽ ബാബയെ കൂടെ വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ബാബയ്ക്കും ബാബ്ദാദയ്ക്കും സന്തോഷമുണ്ടാകുന്നു. പിന്നെ ബാബയുടെ യജ്ഞമാണ്. ബാബ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ നിമിത്തമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ബാബ വളരെ രമണീകതയോടെ കേൾപ്പിക്കുകയായിരുന്നു. ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വിശേഷിച്ച് 1-2 ആത്മാക്കളുടെ ഓർമ്മകളും ബാബയ്ക്ക് നൽകി. ഇന്ന് വിശേഷിച്ച് നമ്മുടെ മനോഹർ ദാദിജിയുടെയും ദിവസമായിരുന്നു. ദാദിജിക്കും നിമിത്തമായുള്ള ഭോഗായിരുന്നു. ബാബയ്ക്ക് ഓർമ്മകളും നൽകി. ബാബ പറഞ്ഞു, അഡ്വാൻസ് പാർട്ടിയിലെ ആത്മാക്കളായ ആദിരത്നങ്ങൾ അവരുടെ സേവനം സൂക്ഷ്മ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ബാബ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രകാരം പറഞ്ഞ ശേഷം ബാബ നിങ്ങളെല്ലാ സഹോദരന്മാർക്കും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.